നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കത്തില്ല എന്ന് പറഞ്ഞേ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കത്തില്ല. അതുപോലെ തന്നെ വേറൊരു വാക്യമുണ്ട്, വക്ര ഹൃദയമുള്ളവൻ നന്മ കാണുകയുമില്ല. ഇത് രണ്ടും നമ്മൾ സൂക്ഷിച്ചോണം. ഒരു വക്രതയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. നേരോടെ നടക്കുകയും വേണം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ വീണ്ടും ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വളരെ ആധികാരികതയോടെ, വ്യക്തതയോടെ, പവർഫുള്ളായിട്ട് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദം ഏതാ? നന്മയ്ക്കായൊരു അടയാളം. എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരു അടയാളം. സങ്കീർത്തനം 86 അവസാനത്തെ വാക്യം. ഇന്നലെ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് വളരെ വ്യക്തമേറിയൊരു ദൈവശബ്ദമാണ്. റാഹാബ് ആമേൻ പറയുന്നൊരു പദം, ഞങ്ങളുടെ ഹൃദയം ഉരുകി എന്നുള്ളൊരു പദമാണ് നമ്മളിന്ന് ചിന്തിച്ചത്. അതിൻ്റെ ബാക്കി നമ്മളിന്ന് ചിന്തിക്കാൻ പോവാം. 2-ാം അധ്യായം ജോഷുവ 12-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്യുക കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയ ചെയ്ത് എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവനെ മരണത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പുള്ള ഒരു ലക്ഷ്യം തരികയും വേണം. സമൂഹത്തിൽ നീചമായ രീതിയിൽ ജീവിക്കുന്നൊരു സഹോദരിയാണ്. ഇവൾക്ക് ഇട്ടേക്കുന്നൊരു ലേബലുണ്ട്, പാപം ചെയ്ത്, അല്ലെങ്കിൽ ആമേൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുർനടപ്പിൽ ജീവിക്കുന്നൊരു സഹോദരി എന്നുള്ളൊരു ലേബൽ. പക്ഷേ ഇവിടെ ലൈഫ് തിരിയുന്നത് കണ്ടോ? ഇവിടെ ലൈഫ് തിരിയുന്നത് ഈ നിമിഷം തൊട്ടാണ്. ഏത് നിമിഷം തൊട്ടാണ്? ഈ ഒറ്റുകാരായിട്ടുള്ള 2 പേരെ തൻ്റെ വീട്ടിനകത്തേക്ക് കയറ്റിയത് കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നവരെ ആരെങ്കിലും സഹായിക്കൂ? ഇല്ല. രാജ്യത്തെ ദ്രോഹിക്കുന്ന ഭീകരരെ സഹായിക്കാൻ പോകുന്നവനും അതേ പണിഷ്മെൻ്റ് കിട്ടും. ആരും സഹായിക്കത്തില്ല, ആരും അവരുടെ കൂടെ നിൽക്കത്തില്ല. ഇതുപോലൊരു വിഷയമില്ല ഇവിടെ. ആ എരിഹോവിനെ മുഴുവനും അടച്ചുറപ്പാക്കി വെച്ചേക്കുക. കയറത്തില്ല, തരത്തില്ല, കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്താ ഈ ദേശം ഒറ്റുനോക്കാൻ വന്ന 2 പേർക്ക് വീട് തുറന്നു കൊടുത്തിട്ട് വീട്ടിനകത്തോട്ട് കയറ്റി അവരെ എന്ത് ചെയ്തു? 4-ാമത്തെ വാക്യത്തിലുണ്ട്, സ്ത്രീ അവരെ 2 പേരെ കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു. ഹല്ലേലൂയ. കേട്ടോ, അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിലും എവിടുത്തുകാരെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. കേട്ടോ, വീട്ടിൻ മുകളിൽ 6-ാം വാക്യം. അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. കേട്ടോ, പ്രിയ ദൈവവൈതലേ, നീ ദൈവനാമത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലർക്കൊന്നും പിടിച്ചെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തിന് അതിഷ്ടമാണെങ്കിൽ നീ അത് ധൈര്യമായിട്ട് ചെയ്തോ. അത് നിനക്കും കുടുംബത്തിനും തലമുറകൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. അതങ്ങനെ അനുഗ്രഹമായിട്ട് മാറും. ഇവിടെ ഈ ഒറ്റുകാരെ ചണത്തണ്ടുകൾക്കിടയിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുക. അവളുടെ വീട് തിരക്കി പടയാളികൾ വരുക. അവൾ കൈമലത്തിട്ട്, അയ്യോ ഇവിടെ വന്നായിരുന്നു കേട്ടോ, പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ആരായിരുന്നു. അവർ പോയി ഇപ്പം പോയാൽ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അവർ പറഞ്ഞു വിട്ടു. അവളുടെ ആ സംസാരമൊക്കെ കണ്ടു, അതിനകത്ത് അവരങ്ങ് വീണ്. ഹല്ലേലൂയ, പോയി. അങ്ങനെ അവരെ രക്ഷിച്ചു. അവൾ പറയുക, എൻ്റെ ജീവൻ അവഗണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ വിടുവിച്ചിരിക്കുക. പക്ഷെ നിങ്ങളെ ദൈവനാമത്തിൽ ഒരു സത്യം ചെയ്യണം. നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന ഈ ദേശം, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭൂമി, ഹല്ലേലൂയ, നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ എന്നെ നിങ്ങൾ കൊല്ലത്തില്ലെന്ന്, എൻ്റെ കുടുംബത്തെ നിങ്ങൾ നശിപ്പിക്കത്തില്ലെന്ന് ഒരടയാളം വേണം. യെസ്, ദൂതന്തുവാ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായൊരടയാളം. ഈ സഹോദരി ഒത്തിരി പേര് പകച്ചതാണ്, ഒത്തിരി പേര് ഇവളെ പരിഹസിച്ചതാണ്, പക്ഷേ ഇവൾ കൈ കൊടുത്തത് ദൈവനാമത്തിനാണ്. ഇവൾ കൈ കൊടുത്തത് ദൈവിക രാജ്യത്തിനാണ്. വാഗ്ദത്ത നിവർത്തിക്കായി ഇവൾ കൈ കൊടുത്തത്. എന്ത് സംഭവിച്ചു? ബാക്കിയുള്ളവരുടെ കൂടെ അവൾ നശിച്ചില്ല. ഹല്ലേലൂയ. എബ്രായ ലേഖനകാരൻ പറയുന്ന നമുക്കറിയാമല്ലേ, 11-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ
സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. പ്രിയ ദൈവത്തിലെ ദൈവനാമത്തിനു വേണ്ടി നീ എടുക്കുന്നൊരു തീരുമാനം, ദൈവ വേലയ്ക്ക് വേണ്ടി നീ കൈ കൊടുക്കുന്ന ഒരു ഇടപെടൽ നിശ്ചയമായിട്ടും അതൊരു വലിയ നന്മയ്ക്ക് തുടക്കമായി മാറും, ഒരു വലിയ അഭിവൃദ്ധിക്ക് തുടക്കമായിട്ട് മാറും. ഇവിടെ ഈ സഹോദരി അതാ ചെയ്തത്. തൻ്റെ ജീവനെ അവഗണിച്ചുകൊണ്ട്, തൻ്റെ ജീവനെ തിരസ്കരിച്ചുകൊണ്ട് എന്തു ചെയ്തു? ഈ ഒറ്റുകാരെ സംരക്ഷിക്കാനിടയായിത്തീർന്നു. ഇത് തന്നെയല്ലേ നമ്മുടെ അരുമനാഥൻ ചെയ്തത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യവേഷത്തിലായി മരണത്തോളം, ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ ദൂത് പരിശുദ്ധാത്മാ നമ്മളോട് സംസാരിക്കുന്നത് വേറൊന്നിനുമല്ല, നന്മയ്ക്ക് ഒരടയാളത്തിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അടയാളം കർത്താവ് ചെയ്യാൻ പോകട്ടോ. ഹല്ലേലൂയ. ദൈവനാമത്തെ പ്രതി നീ ചിലത് തിരസ്കരിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, ചില നഷ്ടം സഹിച്ചുകൊണ്ട് ചെയ്യുന്നത് നന്മയ്ക്കായി ഒരടയാളമാക്കി ദൈവം തീർക്കും, ഒരു സംശയമില്ല. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ആഴമേറിയ ദൈവിക ദൂത് ഞങ്ങളോടുള്ള ദൈവശബ്ദമാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഈ ദൂതിൻ്റെ മുമ്പിൽ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.